കേരളത്തിലെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ ക്ലാസുകളിലെ അധ്യാപകരായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതാ പരീക്ഷയായ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ കേടെറ്റിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. 4 വിഭാഗങ്ങളിലായാണ് കേടെറ്റ് പരീക്ഷ നടക്കാറുള്ളത്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4. ഇതിനകത്ത് കാറ്റഗറി 1 എക്സാം ലോവർ പ്രൈമറി ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനും, കാറ്റഗറി 2 എക്സാം അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനും, കാറ്റഗറി 3 എക്സാം ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനുമാണ് നടത്തുന്നത്. ഇതുകൂടാതെ UP തലത്തിലെ ഭാഷാ അധ്യാപകരായ അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ടീച്ചേഴ്സിനും, അതുപോലെ ആർട്ട്, ക്രാഫ്റ്റ്, കായിക അധ്യാപകർ തുടങ്ങിയ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കുമായി നടത്തുന്ന എക്സാമാണ് കാറ്റഗറി 4 എക്സാം. ആദ്യം നമുക്ക് കാറ്റഗറി 1 എക്സാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 45% മാർക്കോടുകൂടി ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സാവുകയും ഇതുകൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന TTC, D.Ed, DLED എന്നീ പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് പാസ്സാവുകയും ചെയ്തവർക്ക് കാറ്റഗറി 1 എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി 1 എക്സാമിന് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കാറ്റഗറി 1 എക്സാമിന് വരുന്നത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ 150 ചോദ്യങ്ങൾക്കായി ഈ ഒരു പേപ്പറിന് ആകെ മാർക്ക് 150 ആണ്. 150 ചോദ്യങ്ങളടങ്ങിയ ഈ ഒരു പേപ്പറിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പാർട്ട് 1-ൽ 3 ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, മാത്തമാറ്റിക്സ്, EVS. ഇങ്ങനെ ഈ 3 ഭാഗങ്ങളാണ് പാർട്ട് 1-ൽ വരുന്നത്. ഓരോ ഭാഗത്തു നിന്നും 30 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്ക് വീതമാണ് ഉള്ളത്. അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും 30 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ്, EVSൽ നിന്നും 30 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഈ പാർട്ട് 1-ൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ്. ഇതിനകത്ത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, ചൈൽഡ് സൈക്കോളജിയാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയുടെ ഭാഗത്തു നിന്നായിരിക്കും ഈ പാർട്ട് 1-ൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ പാർട്ട് 2-ൽ വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. മലയാളം, തമിഴ്, കന്നഡ ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ പാർട്ട് 2-ലും 30 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. പാർട്ട് 3 സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബി ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ അറബി സെലക്ട് ചെയ്യുന്നവർ ലോവർ പ്രൈമറി തലത്തിൽ അറബി അധ്യാപകരാവാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ പാർട്ട് 3-ലും 30 മാർക്കാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, ഗണിതശാസ്ത്രത്തിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ്, പരിസ്ഥിതി പഠനത്തിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാംഗ്വേജിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 150 ചോദ്യങ്ങളാണ് കാറ്റഗറി 1-ൻ്റെ ഈ ഒരു പേപ്പറിൽ വരുന്നത്. ഇതിനകത്ത് പാർട്ട് 1-ൽ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനവും ബോധന വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുന്നത്. ഇത് കൂടാതെ പാർട്ട് 1-ൽ വരുന്ന ഭാഗങ്ങളാണ് മാത്തമാറ്റിക്സും EVSും. ഈ ഭാഗത്തു നിന്നും നമുക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ, അധ്യാപനത്തിനുള്ള കഴിവ്, പ്രശ്നപരിഹാര പാടവം എന്നിവ മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും കണ്ടുവരാറുള്ളത്. അതുപോലെ പാർട്ട് 2-ൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയാണ്. ആ ഒരു ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പാർട്ട് 2-ൽ വരാറുള്ളത്. അതുകൂടാതെ പാർട്ട് 3-ൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഏത് ഭാഷയാണോ സെലക്ട് ചെയ്യുന്നത് ആ ഭാഷയെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പ്രയോഗ പാഠവും ഒക്കെ അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും സാധാരണയായിട്ട് വരുന്നത്. സാധാരണയായിട്ട് നമ്മുടെ കാറ്റഗറി 1 എക്സാമിന് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള SCERT സിലബസ് അനുസരിച്ച് ഓരോ മേഖലയ്ക്കും വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. പക്ഷേ ചില സമയത്തൊക്കെ ഈ ചോദ്യങ്ങളുടെ ഒരു കാഠിന്യവും അതിൻ്റെ ഒരു വ്യാപ്തിയൊക്കെ നമ്മുടെ സ്കൂളുകളിലെ സെക്കൻഡറി തലം വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വ്യാപിക്കാറുണ്ട്. അടുത്തതായി നമുക്ക് UP സ്കൂളുകളിൽ അധ്യാപകരാവാൻ വേണ്ട യോഗ്യതയായ കാറ്റഗറി 2 എക്സാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം.
45% മാർക്കോട് കൂടിയുള്ള ബിരുദവും അതിൻ്റെ കൂടെ BEd അല്ലെങ്കിൽ DLEd യോഗ്യതയുള്ളവർക്ക് കാറ്റഗറി 2 എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് എക്സാം പാറ്റേൺ എന്ന് നോക്കാം. നമ്മുടെ കാറ്റഗറി 1 എക്സാമിനെ പോലെ തന്നെ കാറ്റഗറി 2 എക്സാമിനും ഒരൊറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ. ഈ പേപ്പറിലും 150 ചോദ്യങ്ങളാണ് വരുന്നത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പേപ്പറിനെയും 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പാർട്ട് 1 വരുന്നത് 90 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 90 ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ വരുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിക്ക് ശേഷം വരുന്ന 60 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. അതായത് സയൻസ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെഴുതേണ്ടത് മാത്തമാറ്റിക്സും സയൻസും ചേർന്ന് വരുന്ന 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 30 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്നുമായിരിക്കും. അതേസമയം സോഷ്യൽ സയൻസ് അധ്യാപകരാണെങ്കിൽ അവർക്ക് വേണ്ടി സോഷ്യൽ സയൻസിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്തുനിന്ന് സോഷ്യൽ സയൻസ് വേണോ സയൻസ് ആൻഡ് മാത്സ് വേണോ എന്ന് സെലക്ട് ചെയ്യാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 60 ക്വസ്റ്റ്യൻസ് സയൻസ് ആൻഡ് മാത്സിൽ നിന്നും 60 ക്വസ്റ്റ്യൻസ് സോഷ്യൽ സയൻസിൽ നിന്നും. നമ്മൾ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. അങ്ങനെയാണ് ഈ പാർട്ട് 1 നിന്നും 90 ക്വസ്റ്റ്യൻസ് വരുന്നത്. 30 എണ്ണം ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, 60 എണ്ണം സയൻസ് ആൻഡ് മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. ദെൻ പാർട്ട് 2 വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അതിൽ മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്തു നിന്നും 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മൂന്നാമത്തെ പാർട്ടിൽ വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതായത് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലാതെ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഐദർ മലയാളം ഓർ ഇംഗ്ലീഷ്. അതായത് ഒന്നാമത്തെ ഭാഷയായിട്ട് നമ്മൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. അതേസമയം ഒന്നാമത്തെ ഭാഷയായിട്ട് നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ഭാഷയായിട്ട് നമ്മൾ മലയാളം സെലക്ട് ചെയ്യണം. ഈ ഭാഗത്തു നിന്നും 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അങ്ങനെയാണ് ടോട്ടൽ ഈ ഒരു പേപ്പറിൽ 150 ചോദ്യങ്ങൾ വരും. സാധാരണയായിട്ട് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ SCERT ടെക്സ്റ്റ് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. പക്ഷേ പല സമയത്തും കാറ്റഗറി 2വിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി ലെവൽ വരെയൊക്കെ വരാറുണ്ട്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ യോഗ്യതയായിട്ടുള്ള കാറ്റഗറി 3 എക്സാമിനെ കുറിച്ചാണ്. കാറ്റഗറി 3 എക്സാം നടത്തുന്നത് HSA മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ്. കാറ്റഗറി 3 എക്സാമിന് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് 45% മാർക്കോട് കൂടിയുള്ള BA, BSc അല്ലെങ്കിൽ BCom ബിരുദം. അതേ വിഷയത്തിലുള്ള BA ഡിഗ്രിയും ഉള്ളവർക്ക് മാത്രമേ കാറ്റഗറി 3 എക്സാമിന് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഇനി ചില സമയത്ത് ബിരുദാനന്തര ബിരുദത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചില കുട്ടികൾ BEdന് അഡ്മിഷൻ നേടാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ആ ബിരുദാനന്തര ബിരുദത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേറ്ററ്റ് എക്സാം എഴുതാവുന്നതാണ്. കാറ്റഗറി 3 എക്സാമിൻ്റെ എക്സാം പാറ്റേൺ കാറ്റഗറി 1 നിന്നും 2 നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ആ പേപ്പറിലെ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും 150 തന്നെയാണ്. ടോട്ടൽ മാർക്കും 150 ആണ്. ഈ ഒരു പേപ്പറിനെയും 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് അഡോളസൻറ്റ് സൈക്കോളജി, ലേണിംഗ് തിയറീസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 3 ഭാഗങ്ങളിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അഡോളസൻറ്റ് സൈക്കോളജി വരുന്നുണ്ട്, ലേണിംഗ് തിയറീസ് വരുന്നുണ്ട്, അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 3 ഭാഗത്തു നിന്നുമായിട്ട് 40 മാർക്കിൻ്റെ 40 ചോദ്യങ്ങൾ. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഇതിനകത്ത് നമുക്ക് മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ലാംഗ്വേജിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് 3ലാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. ഇപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ്. അങ്ങനെ ആ സബ്ജക്റ്റിൽ നിന്നുള്ള 80 ചോദ്യങ്ങളാണ് പാർട്ട് 3ൽ വരുന്നത്. ഇതിനകത്ത് 50 ചോദ്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റിലെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടതും 30 ചോദ്യങ്ങൾ പെഡഗോജിയുമായി ബന്ധപ്പെട്ടതുമായിരിക്കും. അതായത് ആ സബ്ജക്റ്റിൻ്റെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടതായിരിക്കും 30 ചോദ്യങ്ങൾ. എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ്. ഈ 80 ചോദ്യത്തിൽ
50 ചോദ്യം നമ്മുടെ വിഷയത്തിലെ കണ്ടൻറ്റുമായി ബന്ധപ്പെടുത്തിയും 30 ചോദ്യങ്ങൾ ആ കണ്ടൻറ്റിൻ്റെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടുമാണ് വരാറുള്ളത്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് പാർട്ടിൽ 40, സെക്കൻഡ് പാർട്ടിൽ 30, തേർഡ് പാർട്ടിൽ 80, 50 + 30 ടോട്ടൽ 150 ചോദ്യങ്ങൾ വരും. സാധാരണയായിട്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാറ്റഗറി 3 എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷേ പല സമയത്തും നമ്മളൊരു ഡിഗ്രി ലെവൽ വരെയൊക്കെയുള്ള ചോദ്യങ്ങൾ കാറ്റഗറി 3ക്ക് വരാറുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി 4 അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷാ അധ്യാപകരാവാൻ യോഗ്യത നേടിയവർക്കും സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, കായിക അധ്യാപകർ എന്നിവർക്കുള്ള കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസിൽ പറയുന്ന യോഗ്യത നേടിയവർക്കും കാറ്റഗറി 4 എക്സാമിന് അപേക്ഷിക്കാം. കാറ്റഗറി 4നും ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഈ ഒരു പേപ്പറിനെയും ഇതുപോലെ തന്നെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ നിന്നും 30 ചോദ്യങ്ങളാണ് വരുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൈൽഡ് ഡെവലപ്മെൻറ്റും അതുപോലെ പെഡഗോജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ്. പാർട്ട് 2ൽ വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. 40 ചോദ്യങ്ങളാണ് ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് ഉണ്ടായിരിക്കുക. പാർട്ട് 3ലാണ് ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. അത് കാറ്റഗറി 3 പോലെ തന്നെ 50 ചോദ്യങ്ങൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതും 30 ചോദ്യങ്ങൾ ഈ പെഡഗോജിയുമായി ബന്ധപ്പെട്ടതുമാണ്. അങ്ങനെ ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന പാർട്ട് 3 വരും. അങ്ങനെ ആകെ 150 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം. അടുത്തതായി നമുക്ക് ഈ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കാറ്റഗറി 1 മുതൽ കാറ്റഗറി 4 വരെയുള്ള ഓരോ കാറ്റഗറിയെക്കുറിച്ചുള്ള പ്രത്യേകതകളും അതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതകളെക്കുറിച്ചൊക്കെ നമ്മളവിടെ പറഞ്ഞു. ഇത്തരത്തിൽ നമ്മൾ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് SC, ST, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5% മാർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ OBC, OEC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 3% മാർക്ക് ഇളവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ BEdനും DLEdനും പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. പക്ഷേ ഇവർ BEdും DLEdും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ BEdനോ DLEdനോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2ാം വർഷ വിദ്യാർത്ഥി കേട്ടറ്റ് എക്സാം എഴുതുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി ഈ ഒരു സ്ഥാപനത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് എന്നുള്ള സ്ഥാപന മേലധികാരിയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കിയാൽ മാത്രമേ അവർക്ക് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. കേട്ടറ്റ് എക്സാമിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത് 500 രൂപയാണ്. SC, ST അതുപോലെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഒരു കാറ്റഗറിക്കാണ് 500 രൂപ. നമ്മൾ 2 കാറ്റഗറിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. അടുത്തതായിട്ട് കേട്ടറ്റ് എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 150 മാർക്കിൻ്റെ 150 ചോദ്യങ്ങളാണ് കേട്ടറ്റ് എക്സാമിന് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കേട്ടറ്റ് യോഗ്യത നേടണം എന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 60% മാർക്കാണ് വേണ്ടത്. അതായത് 150ൽ 90 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. അതേസമയം SC, ST, OBC, OEC വിഭാഗക്കാർക്ക് 55% മാർക്കാണ് വേണ്ടത്. അതായത് 150ൽ 82 മാർക്കാണ് ഈ വിഭാഗക്കാർക്ക് കേട്ടറ്റ് യോഗ്യത നേടുന്നതിനായിട്ട് വേണ്ടത്. അതേസമയം PH വിഭാഗക്കാർക്ക് 50% മാർക്ക് മതി. അതായത് 75 മാർക്കാണ് PH വിഭാഗക്കാർക്ക് വേണ്ടത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ മാർക്ക് ഈ പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കും. അപ്പോൾ ഈ ഒഴിവാക്കിയ ചോദ്യത്തിൻ്റെ മാർക്ക് കൂടി കൂട്ടിച്ചേർത്തിട്ട് ഈ 150 മാർക്കിൽ തന്നെയാണ് കേട്ടറ്റ് എക്സാമിൻ്റെ മൂല്യനിർണ്ണയം നടത്താറുള്ളത്. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ആ പരീക്ഷ എഴുതിയ എല്ലാവർക്കും ആ 1 മാർക്ക് ലഭിക്കുകയാണ് ചെയ്യുക. ഇനി മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഈ കേട്ടറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്കില്ല. അതായത് 150 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് രീതി കേട്ടറ്റ് എക്സാമിനില്ല. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാറ്റഗറി എക്സാം വിജയിച്ച ഒരാൾക്ക് വീണ്ടും അതേ കാറ്റഗറിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് പ്രായപരിധിയില്ല. പിന്നെ സാധാരണയായിട്ട് നമ്മുടെ ഈ എക്സാമിൻ്റെ ഷെഡ്യൂളും വിജ്ഞാപനവും എല്ലാം വരാറുള്ളത് ketat.kerala.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ
parikshabavan.kerala.gov.in എന്ന വെബ്സൈറ്റിലോ ആയിരിക്കും. ഈ വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടറ്റ് എക്സാമിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് നമ്മുടെ കാറ്റഗറി 1 to 4 അതായത് ലാംഗ്വേജസ് ഒഴികെ ചോദ്യപേപ്പറുകളിൽ 2 ഭാഷകളിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പക്ഷേ കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. 1നും 2നും 4നും മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എക്സാം സെൻറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ ജില്ലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാറുള്ളത്. അടുത്തതായി നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കേരള പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള catet.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കേട്ടറ്റിന് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കേണ്ടത്. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ നിലവിൽ ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരാണെങ്കിൽ ആ വിവരമാണ് ആദ്യം നൽകേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒന്നിൽ കൂടുതൽ കാറ്റഗറിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ 2 കാറ്റഗറിയും നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്യണം. അത് നമ്മൾ കേട്ടറ്റ് എക്സാമിന് അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 2 കാറ്റഗറി എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരൊറ്റ അപേക്ഷ മാത്രമേ സമർപ്പിക്കേണ്ടതുള്ളൂ. 2 അപേക്ഷ നമുക്ക് ഒരിക്കലും സമർപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ കാറ്റഗറി 2ഉം 3യും എഴുതുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആദ്യം കാറ്റഗറി 2-നൊരു അപേക്ഷ കൊടുക്കുന്നു, പിന്നെ കാറ്റഗറി 3ക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 കാറ്റഗറി എഴുതുന്നുണ്ടെങ്കിൽ ആ 2 കാറ്റഗറി നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ കാറ്റഗറി 2ഉം സെലക്ട് ചെയ്യുക, കാറ്റഗറി 3യും നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള മീഡിയം, പാർട്ട്, ഏതെല്ലാം വിഷയങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതകൾ, ഇതെല്ലാമാണ് നമ്മൾ പിന്നീട് നൽകേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ നമ്പർ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തണം. ആ തിരിച്ചറിയൽ രേഖ നമ്മൾ എക്സാം നടക്കുന്ന ദിവസം പരീക്ഷാ ഹാളിൽ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. നമ്മൾ ഏതൊക്കെ കാറ്റഗറിക്കാണോ അപേക്ഷിക്കുന്നത് ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട എല്ലാ യോഗ്യതകളും, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ തുടർന്ന് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല, നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജാതി, കാറ്റഗറി, അതുപോലെ നമ്മുടെ മതം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു തെറ്റൊന്നും കൂടാതെ നമ്മൾ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത്തരത്തിലുള്ളൊരു പുതിയ ഫോട്ടോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഫോട്ടോ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരുന്നതാണ്, അതുകൊണ്ട് പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിവരങ്ങളും നൽകി കഴിഞ്ഞാൽ നമ്മളോട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയും. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു സേവ് ബട്ടൺ ഉണ്ടാവും. ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത അപേക്ഷയിലെ എല്ലാ വിവരങ്ങളും നമ്മുടെ മുമ്പിൽ വരും. ദെൻ അത് നന്നായിട്ടൊന്ന് നമ്മൾ പരിശോധിക്കുക. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ഉണ്ടാവും. ആ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. അതേസമയം തെറ്റുകളൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഫൈനൽ കൺഫർമേഷൻ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് യാതൊരു തിരുത്തലുകളും വരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇത്തരത്തിൽ നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കേഷൻ ID ഇതൊക്കെ നമുക്ക് ലഭിക്കും. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സൂക്ഷിച്ച് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷാ ഫീസ് അടയ്ക്കണം. ഇത്തരത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഈ പ്രിൻ്റ് ഔട്ട് നമ്മൾ ഒരിക്കലും പരീക്ഷാഭവനിലേക്ക് നേരിട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപേക്ഷ നമ്മൾ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കുന്നത്. ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ അപേക്ഷയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ID ഉണ്ടായിരിക്കും. ഇത് നിർബന്ധമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ എക്സാമിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഹോൾ ടിക്കറ്റ് നമുക്ക് ഈ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ ലഭ്യമാവും. നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ.ഡിയും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ ഒരാളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ പരീക്ഷ വിജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും. അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച ഹാൾ ടിക്കറ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞാലും നമ്മുടെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെടുത്തരുത്, അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ കേട്ടറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റുകളുടെയും പരിശോധന നടക്കുന്നില്ല. ഈ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന എല്ലാം നടക്കുന്നത് നമ്മൾ പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷമാണ്. അത്തരത്തിൽ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന നടക്കുന്നത് നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വെച്ചാണ് നടക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പരീക്ഷ പാസ്സായതിന് ശേഷം ഈ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രസ്തുത ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോയി നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അവിടെ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. അതിലെന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്, നമുക്ക് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ OMR ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് തെറ്റുകളൊന്നും വരാൻ പാടില്ല. അതുപോലെ ബബിൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ബബിൾ ചെയ്യാൻ. രേഖപ്പെടുത്തുന്ന വിവരങ്ങളിലൊന്നും ഒരു തെറ്റും സംഭവിക്കരുത്. അത്തരത്തിൽ ആ OMR ഫില്ല് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിലും നമുക്ക് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ OMR ഷീറ്റൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. കേട്ടറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഏകദേശം കാറ്റഗറി 1, 2, 3, 4 ഈ 4 കാറ്റഗറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ ആ പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസുകൾ എല്ലാം അതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ ആ വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് സന്ദർശിച്ച് നോക്കുക. ദെൻ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വിവരങ്ങൾ വേണ്ടവർക്ക് ഈ ഇമെയിലിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു എക്സാമുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.